പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ ഡേ ഉണ്ടെന്ന് സുജാൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ പിന്നെ ബർത്ത്ഡേ മാത്രമല്ല, ഇന്ന് സുജാൻ ലീവായ കാരണം ആൾ ഫുൾ ഡേ അവിടെ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അത് കാരണം ഞാൻ നല്ല ഹാപ്പിയാണ്. അപ്പോൾ ഇന്ന് രാവിലെ ഞാനത് ചായ പൊടിയൊക്കെ കഴിഞ്ഞു, പുട്ടും പഴമാണ് വെച്ചത്. എനിക്കും കുറച്ച് ലേറ്റായി. അപ്പോൾ അത് കാരണം മൊത്തത്തിൽ എല്ലാ കാര്യങ്ങളും ലേറ്റ് ആവുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ചായ പൊടിയൊക്കെ കഴിഞ്ഞ് കാപ്പി കുടിച്ച് രാവിലെ എനിക്കിപ്പോൾ പിന്നെ പുട്ടും പഴം കഴിച്ചു. ചായ പൊടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ ഇന്ന് സ്പെഷ്യലായിട്ട് അങ്ങനെ ഞാൻ സദ്യ അങ്ങനെ സ്പെഷ്യൽ വെക്കണമെന്ന് വെച്ചപ്പോൾ അതൊന്നും വെക്കണ്ടെന്ന് പറഞ്ഞു. ഇന്ന് പായസം എന്തെങ്കിലും വെച്ചിട്ടുണ്ട്. പിന്നെ ആൾക്ക് പിടിയും കോഴി ഇഷ്ടമാണ്. ഞാൻ ഇതുവരെ വെച്ചിട്ടില്ലെങ്കിൽ അങ്ങനെ പിടി അങ്ങനെ എനിക്ക് അത്ര താല്പര്യമൊന്നും ഇല്ലാത്ത ആളുണ്ട്. ഞാൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ എനിക്ക് താല്പര്യമില്ല. പക്ഷേ സുയോജന ഇഷ്ടമാണ്. അപ്പോൾ അത് തന്നെ പിടിയും കോഴിയും വെക്കാമെന്ന് വിചാരിച്ചതിന് ഇന്നേരെ വെച്ചിട്ടില്ല. ആ സാധനം എനിക്ക് എങ്ങനെയുണ്ടെന്ന് അറിയില്ല. അപ്പോൾ യൂട്യൂബ് നോക്കി ഞാൻ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസും കണ്ടു. അതിന് ശേഷം ഞാൻ വെക്കാൻ പോകണം. സക്സസ് ആവുമെന്ന് അറിയില്ല. അപ്പം പിടിയും കോഴിക്കറിയാണ് വെക്കാൻ പോണേ. പിന്നെ പായസം വെക്കുന്നുണ്ട്. അപ്പം അതൊക്കെ ഇന്നത്തെ പരിപാടി. പിന്നെ വൈകുന്നേരം കേക്ക് കട്ടിങ് ഉണ്ട്. പിന്നെ പള്ളിയിൽ പോകണം, അതാണ് മെയിൻ. കാരണം സൺഡേ ഞങ്ങൾക്ക് പള്ളിയിൽ പോകാൻ പറ്റിയില്ല. ഒരു സ്ഥലം വരെ പോയേക്കായിരുന്നു. അപ്പോൾ അതാണ് സൺഡേ പറ്റില്ല. പിന്നെ തിങ്കളാഴ്ച അതിൻ്റെ ക്ഷീണം കാരണം പിന്നെ എനിക്കിപ്പോൾ ലേറ്റ് ആയിരുന്നു. അപ്പം അത് പിന്നെ ഇന്ന് ബർത്ത്ഡേ ആയി എന്തായാലും പള്ളിയിൽ പോകണമല്ലോ. അപ്പം ഇന്ന് എന്തെങ്കിലും പള്ളിയിൽ പോകാമെന്ന് കരുതിയാണ് ഇരിക്കുന്നത്. അപ്പം അതൊക്കെ ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ. അപ്പം നമുക്ക് ഇനി പായസം ഉണ്ടാക്കാൻ നോക്കാം. നമ്മളങ്ങനെ ഇപ്പോൾ പായസം വെക്കാൻ പോകണ്ട, പാലട പായസം വെക്കാൻ പോകുന്നത്. അപ്പോൾ ഈ പായസം വെച്ചിട്ട് വേണമെങ്കിൽ ഇപ്പോൾ പിടി ഉണ്ടാക്കാനായിട്ട്, പിടിയും കോഴിയും ഉണ്ടാക്കാനായിട്ട് നമുക്കിത് പായസം വെക്കാൻ തുടങ്ങാം. ഇതിൽ പറഞ്ഞേക്കുന്നത് ഒരു 300 മില്ലി വെള്ളം എടുക്കാൻ കേട്ടോ പറഞ്ഞേക്കുന്നത്. ഈ കറക്റ്റ് വെള്ളത്തിൻ്റെ എനിക്കറിയില്ല. അപ്പം ഞാൻ ഒരു പാക്കറ്റ് നോക്കിയിട്ടാണ് നമ്മൾ വെച്ചത് വെള്ളത്തിൻ്റെ അളവ്. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുകയാണ്, എന്നിട്ട് വേണം അടയിടാനായിട്ട്. പിന്നെ ലാസ്റ്റാണ് പാൽ ഒഴിക്കേണ്ടത്. അപ്പോൾ ഇത് ഇങ്ങനെ പണിയിലാണ്. ബർത്ത്ഡേക്കാരൻ ഇവിടെ പണിയിലാണ്. ഫ്രിഡ്ജിൽ നിന്നല്ല, ഞങ്ങളുടെ വാഷ് ബേസിനിൽ നിന്ന് സിങ്കിൽ നിന്ന് ഇത്തിരി ലീക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ വെള്ളം പോയിട്ട് ബർത്ത്ഡേക്കാരാണ് തുടയ്ക്കുന്നത്. ഞാൻ അവിടെ കിച്ചണിലെ ഡ്യൂട്ടി ആയി കാരണം നോക്കൂ ചേട്ടാ, ഹാപ്പി ബർത്ത്ഡേ. ആ പണിയൊരു പണി മാത്രമേ ഏൽപ്പിച്ചുള്ളൂ കേട്ടോ. ബാക്കി എനിക്ക് കൂടെ കുറച്ച് നല്ല പണിയുണ്ട് ഇവിടെ. സിംഗും മൊത്തം പാത്രങ്ങളുണ്ട്. ഇനി പായസം. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇനിയിപ്പോൾ അവളെ കുളിപ്പിക്കണം. അവൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ടാണ് ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കണത്. അപ്പോൾ അത് കാരണം ശിവശനോട് തുടയ്ക്കാൻ പറഞ്ഞത്. എനിക്ക് എല്ലാം കൂടി പറ്റില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വിശേഷങ്ങൾ കാണാം കേട്ടോ. നമ്മുടെ ബർത്ത്ഡേ വിശേഷങ്ങൾ കാണാം. അങ്ങനത്തെ പായസത്തിനുള്ള അട വെന്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് വേണമെങ്കിൽ പാലൊഴിക്കാനായിട്ട്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടിയിട്ട് ഞാൻ കുറച്ച് പായസം ഉണ്ടാക്കുന്നുള്ളൂ. സിജോനായാലും കുറച്ച് കഴിക്കാറുള്ളൂ. പിന്നെ ഞാൻ വേണം കഴിക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നുള്ളൂ. അപ്പം നമ്മൾ പാലൊക്കെ ഒഴിച്ചു കേട്ടോ. ഇപ്പോൾ ആ പണി ഇങ്ങനെ തിളച്ചോളും. പാലിൻ്റെ പായസത്തിന് അങ്ങനെ ഭയങ്കര വലിയ പണിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ പാല് അത് ആദ്യം തിളച്ച് വന്നു, വെന്തു, അതിൻ്റെ അട വെന്തു, പിന്നെ പാൽ ഒഴിച്ചു. ഇനിയിപ്പോൾ അതിൻ്റെ പണി കഴിഞ്ഞു. ചുണ്ടു അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട്. ഇനി അവളൊന്ന് നോക്കണം എൻ്റെ ഇടയിൽ കൂടെ. നമുക്കിപ്പോൾ സ്റ്റാൻഡ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ തന്നെ പിടിച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. ശരിക്കും അത് കിട്ടുന്നുണ്ടാവില്ല. എൻ്റെ ഫേസ് ആയാലും പിന്നെ നമ്മുടെ കിച്ചണും ചെറുതായതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ എല്ലാ കാര്യവും നല്ല ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റുന്ന വരില്ല. അപ്പോൾ ഞാൻ അവളെ നോക്കട്ടെ എൻ്റെ ഇടയിൽ കൂടെ. പായസം ഞങ്ങൾ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് ലൂസായിട്ടാണ് എടുക്കുന്നത്. കാരണം ഇതിനിപ്പോൾ നമ്മൾ ചൂടാറാൻ വേണ്ടി വെച്ചിട്ട് ചിലപ്പോൾ കട്ട പിടിക്കുമല്ലോ. അതാണ് കുറച്ച് ലൂസാക്കിയിട്ടാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. പായസം ഇപ്പോൾ ഒരുവിധം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അധികം ഞാൻ കട്ടയാക്കുന്നില്ല, കുറച്ച് ലൂസാക്കിയിട്ട് ഉണ്ടാക്കിയത്. പാലല്ല, അത് തന്നെ ഇപ്പോൾ കട്ടയാവാൻ സാധ്യതയില്ല. അതായത് കുറച്ച് ലൂസായിട്ട് എടുത്തേക്കണം. ഇതിലേക്ക് നമ്മളെ നെയ്യിൽ കാഷ്നട്ടൊക്കെ വറുത്തിടാന്ന് വെച്ചിട്ടുണ്ട്. പാലട പായസം ഇങ്ങനെ ഇവിടെ കണ്ടക്ട് ചെയ്യാം. പക്ഷെ ആ പാക്കറ്റിൽ എന്താ വേണമെങ്കിൽ ഇടാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചുമ്മാ ഒന്ന് അത് ഇടുന്നുണ്ട്. അപ്പം കാഷ്നട്ട് മുന്തിരി ഇല്ല കേട്ടോ, ഉണക്ക മുന്തിരി ഇല്ല. അപ്പോൾ സാധാരണ ഉണക്കമുന്തിരി കാഷ്നട്ട് പോയിട്ടല്ല ഇടാറ്. അപ്പോൾ ഉണക്കമുന്തിരി ഇല്ല, അതുകൊണ്ട് കാഷ്നട്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇടുന്നത് കേട്ടോ. ഇപ്പോൾ പായസത്തിൻ്റെ പരിപാടി കഴിഞ്ഞു. ചേട്ടൻ ഇപ്പോൾ അവളെ കാണാണ്ടാണ് പോയിക്കണത് നെസ്റ്റോളിക്ക് ചിക്കൻ വാങ്ങിക്കാനായിട്ട്. അവളോട് ഒന്ന് കളിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ കുഴപ്പമില്ലാണ്ട് കളിക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം ഞാൻ അടുത്തത് നമ്മൾ എന്താ പറയുക പിടി ഉണ്ടാക്കാൻ പോവാണ്.
അങ്ങനെ ദേ പിടി ഉണ്ടാക്കാനുള്ള അരിപ്പൊടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അരിപ്പൊടിയിൽ കുറച്ച് തേങ്ങയിട്ട് നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് വെക്കണം. പിന്നെ ഇതിലേക്ക് ഒഴിക്കാനായിട്ട് ചൂടുവെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ചൂടുവെള്ളത്തിലേക്ക് കുറച്ച് തേങ്ങയിൽ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ജീരകവും കൂടി മിക്സിയിലിട്ട് അടിച്ചിട്ട് ആ തിളച്ച വെള്ളത്തിലേക്ക് ഇതും കൂടി ഇട്ട് തിളപ്പിക്കണം. എന്നിട്ട് ഈ വെള്ളം വേണം കേട്ടോ നമ്മൾ കുഴയ്ക്കാനായിട്ട് ഉപയോഗിക്കാനായിട്ട്. നല്ല തിളച്ച വെള്ളം തന്നെ വേണം, നമ്മൾ കൊഴുക്കട്ടയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന പോലെ. എന്നിട്ട് ഞാൻ ദേ വലിയൊരു ഉണ്ടാക്കിയിട്ട് അത് വെച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് നേരത്തെ വെച്ചതിന് ശേഷമാണ് കേട്ടോ കുഞ്ഞു ഉണ്ടകളാക്കിയത്. ഞാൻ ഒരുപാട് ഷോർട്സ് കണ്ടിരുന്നു പിടി ഉണ്ടാക്കുന്നതിൻ്റെ. ആ എളുപ്പത്തിൽ എനിക്ക് ഒരു എളുപ്പം തോന്നിയതാണ് കേട്ടോ ഞാൻ എടുത്തത്. ഞാൻ കണ്ടത് ഇതുപോലെ ചെറിയ ഉണ്ടകളാക്കിയിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ വലിയ ഉണ്ടെന്ന് തോന്നുന്നുണ്ടാവും കേട്ടോ. അതേ മൊബൈലിന് അടുത്ത് പിടിച്ചാൽ നിങ്ങൾക്ക് തോന്നുന്നതായിരിക്കും ചെറിയ ഉണ്ടകൾ തന്നെയാണിത്. ഇതൊന്ന് മാറ്റി വെച്ചു. പിന്നെ പായസം ദേ ചൂടാറാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്ന് സെറ്റായിട്ടുണ്ട്. അപ്പോൾ അത് ഇച്ചിരി ഒന്ന് കഴിച്ച് ടേസ്റ്റ് നോക്കിയതിന് ശേഷം അത് ഉണ്ടാക്കാമെന്ന് കരുതി. കണ്ടില്ലേ, ഇപ്പോൾ ഞാൻ നേരത്തെ കുറച്ച് ലൂസാക്കി അത് എടുത്ത് വെച്ചാൽ ഇപ്പോൾ കറക്റ്റ് ടൈറ്റായിട്ട് തന്നെ കിട്ടി കേട്ടോ. ഇനി ഇതേ നമ്മുടെ ആ തിളച്ച വെള്ളത്തിലേക്ക് ആ ഉണ്ടകളൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് തേങ്ങാപ്പാൽ ലാസ്റ്റ് ഒഴിക്കാൻ പോവാണ്. പിന്നെ കുറച്ച് കട്ടയാവാൻ വേണ്ടി കുറച്ച് അരിപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇത് ലാസ്റ്റാണ് കേട്ടോ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഒന്നും കൂടി തിളപ്പിച്ചത്. ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കണത്, അതുകൊണ്ട് തന്നെ എനിക്കറിയില്ല ടേസ്റ്റ് ഉണ്ടോയെന്ന് അറിയാം. ഉണ്ടാക്കി നോക്കിയിട്ട് വേണം പറയാൻ. പാലപ്പായസം ഓക്കെ. ഞങ്ങളിപ്പോൾ തന്നെ പുറത്ത് പോയിട്ട് വന്നുള്ളൂ ചുണ്ടുവിൻ്റെ കൂടെ പാർക്കിൽ. കേസ് ഞങ്ങളത് ചിക്കൻ കറി ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. ഇപ്പം സമയം 1 മണിയായി. ഇനി ഇത് കഴിഞ്ഞു എന്നിട്ടാണ് നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് കേട്ടോ. നമ്മുടെ പിടി ഇതേ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല കട്ടയൊക്കെ ആയിട്ടുണ്ട്. ഇനി അതൊന്ന് മൊത്തത്തിൽ കഴിക്കണം. കുറച്ചുകൊണ്ടാണ് കഴിക്കാനായിട്ട്. ചുണ്ടിനൊക്കെ ചോറ് കൊടുക്കണം. ചുണ്ടിനുള്ള മുട്ടയൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ചോറ് കൊടുക്കണം. പിന്നെ ചിക്കൻ നല്ല ചാറിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. ഞങ്ങൾ സാധാരണ ഇത്ര ചാറിലൊന്നും വെക്കാറില്ല. ആ പിടിക്ക് കഴിക്കാനായിട്ട് കുറച്ച് ചാറുള്ള വെച്ചാൽ അതും തേങ്ങാപ്പാൽ ഒഴിച്ചാണ് കേട്ടോ വെച്ചേക്കുന്നത്. നമ്മുടെ പിടിയൊക്കെ ഇങ്ങനെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അത് കഴിക്കാം. ഈ ഒരു തിക്നെസ്സിലാണെന്ന് തോന്നുന്നു ഇത് എടുക്കേണ്ടതെന്ന് തോന്നുന്നു. കാരണം ഇതൊരു ഉണ്ടാക്കിയിട്ടില്ല, എനിക്കറിയില്ല. അത് കാരണം സുജോ പറഞ്ഞു ഇത് തന്നെ അളവെന്ന് കേട്ടോ പറഞ്ഞ്. അപ്പോൾ ഞങ്ങളിത് കഴിക്കാൻ പോവാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ കുളിയൊക്കെ കഴിഞ്ഞു റെഡിയായി. ഇനി പള്ളിയിൽ പോകണം. സുജേട്ടൻ പുറത്തുനിന്ന് ഇട്ടിട്ടുള്ളൂ. എല്ലാവരും നല്ല ഉറക്കത്തിലായിരുന്നു. പിന്നെന്താ, ഞാനിപ്പോൾ റെഡിയൊക്കെ ആയി. ഇവളിഞ്ഞ് റെഡിയാക്കണം. അങ്ങനെ പരിപാടി പള്ളിയിൽ പോയിട്ട് വന്നിട്ട് വേണം കേക്ക് കട്ടിങ്. ചെറിയ രീതിയിലൊരു ആഘോഷം കേട്ടോ, അത്രയേ ഉള്ളൂ. അപ്പം ഞങ്ങൾ 2 ദിവസമായി പള്ളിയിൽ പോയിട്ട് അപ്പം ഇങ്ങനെ പോവാന്ന് കരുതി. അവള് ഇടുന്ന ഇങ്ങനെ അതേ കുത്തി മറയുന്ന സുജന്റെ മേത്തത്. അപ്പൊ ഞങ്ങൾ പള്ളിയിൽ പോയിട്ട് വരാം ഗൈസ്. ചായ കുടിച്ചില്ല കേട്ടോ. ചായ കുടിക്കാൻ പോണം. ചായ കുടിച്ചിട്ട് വേണം ഇനി പോവാനായിട്ട്. വേണം. അങ്ങനെ ഞങ്ങളിതേ പള്ളിയിൽ പോകാനായിട്ട് റെഡി ആയിട്ട് ഇറങ്ങി കേട്ടോ. സുജുവാനും ചുണ്ടും കൂടി ആദ്യം ഇറങ്ങി. ഞാൻ പിന്നെ അവൾക്ക് കുറച്ച് ബോട്ടിൽ വെള്ളം എടുക്കാനായിട്ട് തിരികെ പോയി. അത് കഴിഞ്ഞ് പിന്നെ ഇത് വീണ്ടും ഇറങ്ങാണ് കേട്ടോ. പിന്നെ കാറിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് സുജേച്ചേട്ടൻ്റെ മൊബൈൽ എടുക്കാൻ മറന്നുപോയ കാര്യം പറഞ്ഞത്. പിന്നെ ഞാൻ വീണ്ടും റൂമിലേക്ക് രണ്ടാമത് തിരികെ വരേണ്ടി വന്നു. അപ്പോൾ എൻ്റെ കൂടെ അവളും വന്നു കേട്ടോ, വാശി പിടിച്ചിട്ട്. പിന്നെ ഞാൻ അവളെയും കൊണ്ട് പോയി രണ്ടാമത് മൊബൈലൊക്കെ എടുത്തിട്ട് എന്നിട്ടിപ്പോൾ തിരിച്ച് വരുന്നത്. അങ്ങനെ ഞങ്ങളിതേ പള്ളിയിൽ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. പള്ളി ഇവിടുന്ന് ഒരു 10 മിനിറ്റ് അടുത്ത് തന്നെയാണ് കേട്ടോ പള്ളി. അതുകൊണ്ട് തന്നെ വേഗം എത്തും. ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ എത്തിയപ്പോൾ കുറച്ച് ലേറ്റായി. കുർബാന കഴിഞ്ഞായിരുന്നു. ആൾക്കാരൊന്നും പോയിട്ടുണ്ടായില്ല കേട്ടോ. ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് തിരക്കുണ്ടായിരുന്നു ഫ്രണ്ടിലൊക്കെ. പിന്നെ അവിടെ ഇന്ന് ക്രിസ്മസ് ആയിട്ട് ക്രിസ്മസിൻ്റെ പുൽക്കൂട് ഉണ്ടാക്കേണ്ട തിരക്കിലായിരുന്നു കേട്ടോ അവിടെ കുറച്ച് ആൾക്കാരൊക്കെ. പിന്നെ ഞങ്ങളിവിടെ മാതാവിൻ്റെ ഇവിടെ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങളിത് ഉള്ളിലേക്ക് കയറാൻ പോവാണ്. പിന്നെ ഉള്ളിൽ ഇപ്പം ആരും ഉണ്ടായിരുന്നില്ല. ആകെ 2-3 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങളിതേ കുറച്ച് നേരമൊക്കെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. ഞങ്ങളിതങ്ങനെ ഉള്ളിലേക്ക് പുറത്തോട്ട് കിടക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ചെന്നിട്ട് വേണം ഇനി കേക്ക് മുറിക്കാനായിട്ട്. മുറിക്കല്ലേ ചുണ്ട്, തട്ടല്ലേ, തട്ടി വീഴല്ലേ.
അശ്ശൂ. അങ്ങനെ ഞാൻ ഇന്നത്തെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞു, കേക്കൊക്കെ കഴിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ എന്തൊരു പരിപാടി, ഞങ്ങൾ ഫുഡ് കഴിക്കണം. ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല, ഫുഡും സാധനങ്ങളൊക്കെ വെച്ച് എല്ലാം റെഡി ആയിട്ടിരിക്കണേ. ഇനി ഫുഡ് കഴിക്കുക, കിടന്നുറങ്ങി. ചേട്ടന് നാളെ തൊട്ട് ഡ്യൂട്ടിക്ക് പോകാനുണ്ട്. 4 ദിവസത്തെ ലീവൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ. ഷുണ്ടുവിന് ഉറക്കൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ മറ്റൊരു വീഡിയോയിൽ കാണും വരെ ബൈ. ഇപ്പം ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്താം. ബൈ.